IBPS ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ഓഫീസേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തൊട്ട് താഴെ അതല്ലെങ്കിൽ ഇത് എന്നൊരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഓഫീസറും ക്ലർക്കുമായിട്ടുള്ള വ്യത്യാസം വേറെന്താ, ഒരു 4 വർഷം ക്ലർക്കായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതകൾ വരുന്നു. പിന്നെ അത് രണ്ടും ഒന്നായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് നോർമലായിട്ട് നമുക്ക് ആ ഡിഫറൻസ്. പിന്നെ പ്രിപ്പറേഷൻ നമ്മൾ ഹയർ ലെവൽ ബാങ്കിങ് ഓഫീസേഴ്സിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു ആർ എലിജിബിൾ ടു ഗെറ്റ് ഓൾ ദീസ്. ഇപ്പോൾ ക്ലറിക്കലിന് മാത്രമായിട്ടൊരു പ്രിപ്പറേഷൻ നമ്മൾ വേറെ നടത്തേണ്ട. ഓഫീസേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നോർമലായിട്ട് എക്സാം ഇതിലൂടെ എഴുതാവുന്നേ. പിന്നെ എക്സാമിൻ്റെ ഒരു പാറ്റേണാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു കമ്പാരിറ്റീവ്ലി വേക്കൻസി കുറവായിരിക്കും. പിന്നെ അതാത് സ്റ്റേറ്റിൽ വർക്ക് ചെയ്യണമെന്നുള്ള റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നൊരു കമ്പൽസറി ആണ്. റീജിയണൽ ലാംഗ്വേജ് ഒരു പക്ഷേ നിങ്ങൾ CBSEയോ ICSEയിലോ പഠിച്ചിട്ട് മലയാളം പഠിക്കാൻ അവസരം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മലയാളം അറിയാം, എഴുതാറുണ്ട്, വായിക്കാറുണ്ട്. ഈ ഒരു എബിലിറ്റി മാത്രം മതി. നിങ്ങൾക്ക് അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലായിട്ട് സെലക്ഷൻ ആയതിനു ശേഷം നടത്തുന്ന എക്സാമാണ്. നിങ്ങൾക്ക് ആ ഫൈനൽ എക്സാം പാസ്സായാൽ നിങ്ങൾക്ക് എലിജിബിൾ ആവും. തീർച്ചയായിട്ടും റീജിയണൽ ലാംഗ്വേജിന് പ്രയോറിറ്റി ഉണ്ട്. കേരളത്തിൽ എഴുതുന്നവർക്ക് മലയാളം അറിയണം. തമിഴ്നാട്ടിൽ എഴുതുന്നവർക്ക് തമിഴ് അറിയണം. കന്നഡ അറിയുന്നവർക്ക് തെലുങ്ക് അറിയണം. ഇവരെല്ലാം അതാത് റീജിയണലിൽ ആ റീജിയണിൽ തന്നെയായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രാഞ്ചസ് ഇപ്പോൾ റൂറൽ നിന്നും കേരളത്തിൽ പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ എല്ലാ സ്ഥലവും സിറ്റി മാതിരിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എവിടെ കിട്ടിയാലും കുഴപ്പമില്ല. കേരളത്തിൽ മൂവ്മെൻറ്റിനൊന്നും ഒരു പ്രയാസമില്ലാത്തതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ എക്സാമിന് 100 മാർക്കിൻ്റെ 100 ക്വസ്റ്റ്യനാണ് ഉള്ളത്. അത് 30, 35, 35 നേരത്തെ തൊട്ടേ ആ സിസ്റ്റമാണ്. 30 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ്, 35 ഇംഗ്ലീഷും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുമാണ്. 20 മിനിറ്റ് വീതം 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 1 hour. അപ്പോൾ 60 മിനിറ്റ്സ് ആണ് ടോട്ടൽ ടൈം. അതിന് സെപ്പറേറ്റ് ടൈമിംഗ് ആണ്. ഓരോന്നിനെയും ടൈം കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ ആ ടൈം കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 20 അങ്ങനെ 60 മിനിറ്റ് കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് തീരുന്ന എക്സാമാണ്. അതിന് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോഗ്രാം. അപ്രോക്സിമേറ്റ് ഒരു 60% റേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന് ക്വാളിഫൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആവും. അപ്പോൾ ക്വാളിഫൈ ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഒരു അറൗണ്ട് 10,000 ഒക്കെ ആൾക്കാരെയാണ് പിന്നീട് എടുത്തിട്ട് അവർക്ക് ഫൈനലിലേക്ക് എലിജിബിലിറ്റി കൊടുക്കുന്നത്. ഫൈനൽ എലിജിബിലിറ്റി ആയാൽ തീർച്ചയായിട്ടും അവിടെ ഇത് തന്നെയാണ് ടോപ്പിക്കുകൾ. ജനറൽ അവയർനെസ് എന്നൊരു ടോപ്പിക്ക്, ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ്, ദാറ്റ് മീൻസ് ദ ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, അതാണ് മീൻ ചെയ്തത്. ജനറൽ അവയർനെസ് ആണ്. അപ്പോൾ അപ് ടു ഡേറ്റ് ന്യൂസ് പേപ്പേഴ്സ് കവർ ചെയ്ത് പോകുന്നവർക്ക് പെട്ടെന്ന് അതിന് സ്കോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ 40 ക്വസ്റ്റ്യൻസ് 50 മാർക്സും ഉണ്ട്. അതിനാണ് ഏറ്റവും പ്രധാനം. അതാണ് 40 ക്വസ്റ്റ്യൻസ് 50 മാർക്സ് ഉണ്ട്. ഇംഗ്ലീഷിനാണെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സാണ്. പിന്നെ 40 ക്വസ്റ്റ്യൻസ് 60 മാർക്സ് ഉണ്ട്. റീസണിങ്ങാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. അതാണ് ഏറ്റവും പ്രധാനം. മാത്സിന് അത്ര ഇല്ല. 40 ക്വസ്റ്റ്യൻസ് 50 മാർക്സേ ഉള്ളൂ. അപ്പം റീസണിങ്ങിനും ഏറ്റവും കൂടുതൽ മാർക്ക് 60 മാർക്സ് ഉള്ള റീസണിങ് ആണ്. പിന്നീടുള്ളത് നമ്മുടെ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്സിനും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനാണെങ്കിൽ 50 ഫീതേ ഉള്ളൂ. ഇപ്പോൾ 60, 50, 50. പിന്നെയുള്ളത് ഇംഗ്ലീഷിന് 40. ആൾ ടുഗദർ 200 മാർക്സിനാണ് നമ്മളുടെ ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്ലറിക്കലിന് ഏറ്റവും സിൻസിയറായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഓഫീസറിന് നന്നായിട്ട് ഏറ്റവും ഹയർ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളിന് എയ്തർ ക്ലറിക്കൽ ഓർ ഓഫീസേഴ്സ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലറിക്കലിന് ഇൻ്റർവ്യൂ ഇല്ല, അങ്ങനത്തെ കാര്യമുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ ടെൻഷനോ പ്രശ്നമുള്ളവർക്ക് ഇൻ്റർവ്യൂ ഇല്ല. ക്ലറിക്കലിന് ഇൻ്റർവ്യൂ ഇല്ല. ഓഫീസേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ ക്ലറിക്കലിലെങ്കിലും നമുക്ക് കയറാനുള്ള ഒരു ചാൻസും കൂടെ അഡീഷണലായിട്ട് കിട്ടുന്നു. അപ്പോൾ 1 വർഷം റിക്രൂട്ട്മെൻറ്റ് നടക്കുമ്പോൾ നമ്മളിതെല്ലാം കൂടെ എഴുതുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓപ്പർച്യൂണിറ്റി വരിക. അപ്പോൾ ടോട്ടൽ വേക്കൻസി നമ്മളുടെ ഫ്രണ്ടിലുണ്ട്. ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ നമുക്ക് ബാക്കിയുള്ളത് വിടാം. അതിലേറ്റവും ബെറ്റർ എന്ന് നോക്കി ഓപ്ഷൻ വിടാം, സെലക്ഷൻ നടത്താം. അപ്പോൾ ഒരേ ആളുകൾ ഇതെല്ലാ എക്സാമും എഴുതുമ്പം അവർക്കുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ റിയലായിട്ടും അത്രയും വേക്കൻസി അല്ല. ഇപ്പം IBPS കിട്ടുന്ന ഒരാൾ, ഓഫീസേഴ്സ് കിട്ടുന്ന ഒരാൾ ചിലപ്പോൾ സെക്ഷൻ ഓഫീസറിന് പോയില്ലെന്ന് വരും. സെക്ഷൻ ഓഫീസർ കിട്ടുന്ന ആൾ IBPS ഓഫീസറിന് പോയില്ല എന്ന് വരും. ഓഫീസർ കിട്ടുന്ന ഒരാൾ ക്ലർക്കിന് പോയില്ല എന്ന് വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പം വേക്കൻസികൾ നമ്മൾ കാണുന്ന വേക്കൻസി അല്ല, അതിനെക്കാട്ടിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടാൻ ചാൻസ്. തീർച്ചയായിട്ടും അതിന് നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ നടത്തി നമ്മൾ കവർ ചെയ്യണം. പ്രിലിംസ് കിട്ടിയ ഉടൻ തന്നെ നമുക്ക് ഫൈനലിൻ്റെ പ്രിപ്പറേഷന് അഗ്രസീവായിട്ട് തുടങ്ങണം. ഒരു 1 month ഗ്യാപ്പൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ പ്രിലിംസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് പ്രിപ്പറേഷൻ വേണ്ട, ഫൈനൽ കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ നടത്തുന്നത്. ദാറ്റ് മീൻസ് ജനറൽ അവയർനെസ്സിന് ഇപ്പോഴേ തന്നെ എത്രത്തോളം പ്രാധാന്യത കൊടുത്ത് കവർ ചെയ്യാൻ നോക്കുക. ആ കവറേജാണ് നമ്മളെ ഫൈനൽ സെലക്ഷനിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് എല്ലാവർക്കും ഒരു
ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നേർന്നു. ഓക്കെ, താങ്ക് യു.